ഗിരിജയാണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ പറഞ്ഞ വാക്കുകളും അതിൽ ശരിയുടേതാണോ, അതോ അതൊരു ആത്മാർത്ഥമായ വാക്കാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ തൽക്കാലം പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കഴിയില്ല, അതിനുള്ള ജാമ്യമെടുപ്പാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നാണെങ്കിലും പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കേറി 10 ദിവസമായില്ല, നിങ്ങൾ അത് ചെയ്യാത്ത എന്താ, പൈസ കൊടുക്കാത്ത എന്താ, 1000 രൂപ കൊടുക്കാത്ത എന്താ, ഇതെല്ലാം ഈ ചോദിക്കുന്ന ആൾക്കാർ 10 വർഷമൊന്നും ഇവര് മിണ്ടിയില്ലതൊന്നും. അപ്പൊ നല്ലൊരു മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യും, നല്ല ആത്മാർത്ഥമായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 10 മിനിറ്റ് കൊണ്ട് മീറ്റൊക്കെ നടത്തണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നടത്തണമെന്ന് വിചാരിച്ച പറ്റില്ല. അത് നമുക്കറിയാവുന്നതല്ലേ. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത്. അതല്ല, അത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഇതിന്റെ നിയമം ഇത് വെച്ച് കുറച്ച് നീണ്ടു പോണ കാര്യങ്ങളല്ലല്ലോ, പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത് പുള്ളി ഒരു ഇച്ചിരി ഇതായിട്ട് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് തീർക്കാം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതിനിപ്പോ പറഞ്ഞു ഇപ്പൊ 2 സ്ഥലത്തും നടക്കുകയല്ലേ ഈ സ്ഥലത്തിന്റെ. അല്ല, നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. നമ്മൾ ആളുകൾക്ക് 2 തരം ചർച്ച ഉള്ളതുകൊണ്ട് ആ ചർച്ചയ്ക്ക് അവസരം, അല്ലാതെ നമ്മൾ അത് പുള്ളി പറഞ്ഞത് തെറ്റാണെന്നോ ശരിയാണെന്നോ നമ്മൾ പറയുന്നില്ല. ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിനെ എനിക്കറിയാം. നമുക്ക് ഇപ്പൊ ഇത്രയും കാലത്തെ പരിചയമുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം എടുത്ത പല കാര്യങ്ങളും ഇപ്പൊ കത്രിക വയറ്റിൽ പോയി അവർക്കൊരു ജോലി കൊടുത്തു. ഇപ്പൊ ഇതേ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് മുരളീധരൻ എല്ലാം ഭംഗിയായിട്ട് നടത്താൻ പോകുന്നു. മിടുക്കന്മാരായ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഇപ്പൊ ഇതില് മന്ത്രിസഭയിലും MLA ഒക്കെ ആയിട്ട് വന്നേക്കണേ. നമ്മൾ പ്രതീക്ഷിക്കണം. അതല്ലാതെ ചുമ്മാ ഒരു ഭരണം അങ്ങ് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ പോയി സമരം ഉണ്ടാക്കി ഇവർ സമരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിടുന്നതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ക്ഷമിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭരണം കേരളത്തിൽ, നല്ലൊരു ഉയർച്ചയും നല്ലൊരു സമാധാനവും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ നടത്തിക്കുമെന്ന് പറയുന്നത് മണ്ടന്മാര് പോലും പറയൂല. ഈ 10 മിനിറ്റ് 10 ദിവസം കൊണ്ടും. വ്യക്തമാണ് ശ്രീമതി ഗിരിജ. ഞാനൊരു മറ്റു കാര്യങ്ങൾ ചോദിച്ചോട്ടെ, മുമ്പ് വിളിച്ചുകൊണ്ടിരുന്ന ഗിരിജ തന്നെയാണോ ഇത്? അതെ അതെ. ഇപ്പൊ ഇടക്കാലത്ത് പിന്നീട് വിളിയില്ലായിരുന്നു? എനിക്ക് സമയം കിട്ടില്ല, അത് കാരണം കൊണ്ടാ. ശരി, ഓക്കെ. എനിക്ക് ശബ്ദം കേട്ടപ്പോൾ തോന്നി പണ്ട് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു പൊതുവെ സ്ഥിരം പ്രേക്ഷക തന്നെയാണോ എന്ന്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചു പോകുന്നേ, അതെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. അത് കാരണം ഞാൻ കഴിവതും ഇപ്പൊ ഒന്ന് മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാ പറയണേ. ശരി, ഓക്കെ. ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർ എത്ര ദേഷ്യം വന്നാലും പുറത്ത് കാണിക്കില്ല. കേൾക്കുമ്പോഴേ ഒട്ടും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് ഇപ്പൊ ഞാനിച്ച് നിയന്ത്രിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. കാരണം നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കും. ഒരു മുഖ്യമന്ത്രി വന്നല്ലേ ഉള്ളൂ, അദ്ദേഹം എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. ശരി, ഗിരിജയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുധിയാണ്, വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സുധി, സാധാരണ വെള്ളമുണ്ടയിൽ നിന്ന് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പി, അയ്യോ ക്ഷമിക്കണം, സൂപ്പി തന്നെയാണോ ഇത്? ഹലോ, കേൾക്കാമോ? ശ്രീ സൂപ്പിയാണോ വിളിക്കുന്നത്? ഇവിടെ ഇവര് PCR എന്നോട് പറഞ്ഞു സുധിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കാൻ ഒരുങ്ങിയതാണ്. വെള്ളമുണ്ടയിൽ സ്ഥിരമായി നമ്മളെ വിളിക്കുന്ന സൂപ്പി ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ തന്നെയാണ് ഈ സുധിയെ. എന്തായാലും അറ്റൻഡ് ചെയ്യുന്നത് പുതിയ ആളാണ്, നമ്മുടെ നിതിൻ എന്ന് പറഞ്ഞൊരു പുതിയ ആളാണ്. പഴയ ആൾക്കൊക്കെ നമ്മൾ പേര് പറഞ്ഞാൽ മതി, സൂപ്പി ആളുകൾക്ക് കേട്ടാൽ തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പൊ എന്താണ് ഈ മുനമ്പത്തെ കുറിച്ചുള്ള അഭിപ്രായം? മുനമ്പത്തെ അന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പ്രശ്നം. ഇപ്പൊ എന്താ പ്രശ്നം? പ്രതിപക്ഷ മുഖ്യമന്ത്രി ആയപ്പോ തീർക്കാൻ, കാരണം ഗവൺമെന്റ് ഏത് സമയത്തും തീർക്കാമല്ലോ. ഏത് സമയം, കാരണം പല പ്രശ്നങ്ങളും തീർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അടികൊണ്ട കേസൊക്കെ പെട്ടെന്ന് നടപടി എടുക്കാൻ നോക്കില്ലേ മറ്റേ മുഖ്യമന്ത്രി PA-മാരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.